വരെ അങ്ങനെ നമ്മുടെ ടാങ്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്, പപ്പിൾ ബെറിയുടെ ടാങ്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറേ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് നിന്ന് മീനൊക്കെ പിടിച്ച് മാറ്റിയിട്ട് എല്ലാം ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട്. ഓടൊക്കെ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് അതിന്. അപ്പോൾ അതിൻ്റെ പപ്പിൾ ബെറി ഇപ്പോൾ കാണിച്ചു തരാം നമുക്ക്. കുഞ്ഞുങ്ങൾ വലുതായാണ്, ഇപ്പോൾ ഇത്ര സൈസൊക്കെ ആയിട്ടുണ്ട്. എല്ലാത്തിനെ പിടിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഈ പപ്പിൾ ബെറിയുടെ ഇതിനകത്ത് വേറൊരു കളറും കൂടെ ഇറങ്ങിയിട്ടുണ്ട്, അത് നമ്മൾ കാണിച്ചു തരാം. അതുകൊണ്ട് ടാങ്ക് നമ്മൾ വൃത്തിയാക്കിയിട്ട് ഫുള്ള് ഓടൊക്കെ ഇപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിനെ ഇതിനകത്തോട്ട് ഇടണം. വരെ നമ്മൾ പപ്പിൾ ബെറിയുടെ 2 മെയിലിനെ ഇപ്പോൾ പിടിച്ചേക്കുവാണ്. ഇപ്പോൾ 2 മെയിലിൻ്റെ കളർ നമുക്കറിയാൻ പറ്റും. അവിടെ ഒരെണ്ണത്തിൻ്റെ കളർ കണ്ട ഇപ്പം കിട്ടിയതാണ്, റെഡ് കളറാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അത് റെഡ് കളർ ഇങ്ങനെ ഇല്ല. ഇതാണ് നമ്മുടെ നോർമൽ പപ്പിൾ ബെറി, നോർമൽ പപ്പിൾ ബെറി, നീല കളർ. റെഡ് നമ്മൾ ഒരെണ്ണം മാത്രമേ നമുക്ക് പപ്പിൾ ബെറിയിൽ നിന്ന് കിട്ടിയുള്ളൂ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്, റെഡ് ഷെയ്ഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇതാണ് നമുക്ക് ഇപ്പോൾ ഒരു പപ്പിൾ ബെറി ആയിട്ടുള്ള മെയിൽ. പിന്നെ ഇതിനെല്ലാം കൂടെ നമുക്ക് ടാങ്കിലോട്ട് ഇടാൻ പോകണം. നമ്മുടെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് അക്കുവൊക്കെ വന്നിട്ടുണ്ട് മീനെ പിടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. എല്ലാ പപ്പിൾ ബെറിയുടെ മെയിലിനും ഫീമെയിലും ഉണ്ട്. മെയിലിനെ കുറച്ച് ഫീമെയിലുകളെ ഇപ്പോൾ ബ്രീഡിങ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ മെയിലിനെ എല്ലാം കൂടെ ഇറക്കാണ്. കുറച്ച് നേരം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിനകത്ത് ഇടാൻ പോകണം. എന്നിട്ട് പിന്നെ നമ്മൾ കുറേ ഇറക്കി വിടുക തന്നെ. ഇതിനെ ഇപ്പോൾ ഇറക്കി വിടാൻ പോകണം. അതിനെ ഇപ്പോൾ അങ്ങ് ഇറക്കി വിടാൻ പോകണം. അപ്പം എല്ലാത്തിനെയും 10-20 കുറച്ച് ഫീമെയിൽ കുറച്ച് കാണിച്ചായിരുന്നടാ ഫീമെയിലിനെ ബ്രീഡിങ് ഇട്ടത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.